Hi everyone, welcome to my channel. Today I am going to introduce 12 months in English, Malayalam, Hindi and Tamil. How many months are there in a year? What are they? എത്ര മാസങ്ങളാണ് ഒരു വർഷത്തിലുള്ളത്? അത് ഏതൊക്കെയാണ്? ലെറ്റ്സ് ലുക്ക്. ഓക്കെ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ and December. Then in Malayalam, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. അപ്പോൾ ഈ മലയാളത്തിലെ ഈ ഓരോ മാസവും, മലയാളത്തിലെ ആദ്യത്തെ മാസം തുടങ്ങുന്നത് ചിങ്ങമാണ്. അപ്പോൾ ചിങ്ങം നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിൽ ഏത് പീരീഡാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓരോ മാസവും മലയാള മാസങ്ങൾ ഇംഗ്ലീഷ് കലണ്ടറിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ നോക്കാം. ചിങ്ങം എന്ന് പറയുന്നത് മലയാള മാസത്തിലെ ഒന്നാമത്തെ മാസമാണ് ചിങ്ങം. ആ ചിങ്ങമാസം നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിൽ വരുമ്പോൾ എവിടെയാണ് ഇതിനെ നോക്കിയിട്ടുള്ള ഡേറ്റ് എപ്പോഴാണ് വരുന്നത് നോക്കിക്കോളൂ. ഓഗസ്റ്റ് 17 ടു സെപ്റ്റംബർ 16. ഓഗസ്റ്റ് 17 ടു സെപ്റ്റംബർ 16, അതായത് നമ്മുടെ ഓഗസ്റ്റിൻ്റെ അവസാന പകുതി, രണ്ടാമത്തെ ഭാഗം, സെപ്റ്റംബറിൻ്റെ ആദ്യ ഭാഗം. കന്നി മാസം വരുന്നത് സെപ്റ്റംബർ 17 ടു ഒക്ടോബർ 16, കന്നിമാസം. ദെൻ തുലാമാസം വരുന്നത് ഒക്ടോബർ 17 ടു നവംബർ 15. ദെൻ വൃശ്ചികം വരുന്നത് നവംബർ 16 ടു ഡിസംബർ 15. നവംബർ 16 ടു ഡിസംബർ 15. ദെൻ ധനുമാസം വരുന്നത് ഡിസംബർ 16 ടു ജാനുവരി 30. ഡിസംബർ 16 ടു ജാനുവരി 30. മകരം ജാനുവരി 14 ടു ഫെബ്രുവരി 12. മകരം ജാനുവരി 14 ടു ഫെബ്രുവരി 12. ദെൻ കുംഭം ഫെബ്രുവരി 13 ടു മാർച്ച് 14. ഫെബ്രുവരി 13 ടു മാർച്ച് 14 കുംഭം. ദെൻ മീനം മാർച്ച് 15 ടു ഏപ്രിൽ 30. മീനം മാർച്ച് 15 ടു ഏപ്രിൽ 30. ദെൻ മേടമാസം വരുന്നത് ഏപ്രിൽ 14 ടു മെയ് 14. ഏപ്രിൽ 14 ടു മെയ് 14, മേടമാസം. ദെൻ ഇടവം മാസം വരുന്നത് മെയ് 15 ടു ജൂൺ 14. ഇടവം മെയ് 15 ടു ജൂൺ 14. ഇപ്പോൾ നമ്മൾ മലയാളത്തിലെ ഇടവ മാസത്തിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദെൻ മിഥുനം ജൂൺ 15 ടു ജൂലൈ 16. മിഥുനം ജൂൺ 15 ടു ജൂലൈ 16, മിഥുനം. ദെൻ 12ാമത്തെ വർഷം കർക്കിടകം ജൂൺ 17 ടു ഓഗസ്റ്റ് 16. ജൂൺ 17 ടു ഓഗസ്റ്റ് 16. ദെൻ ഹിന്ദിയിൽ നമുക്ക് നോക്കാം, എങ്ങനെയാണ് പറയുന്നത് നോക്കാം. ഇംഗ്ലീഷിലെ പോലെ തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ജനുവരിക്ക് ജനുവരി, ഫെബ്രുവരിക്ക് ഫർവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, ഓൾസോ ഹിന്ദി ജനുവരി, ഫർവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ നമുക്കിനി തമിഴിൽ എങ്ങനെയാണ് നോക്കാം. ചിത്തിരൈ ഫസ്റ്റ്, തമിഴിലെ ആദ്യത്തെ മാസമാണ് ചിത്തിരൈ മാസം. തമിഴിലെ ആദ്യത്തെ മാസമാണ് ചിത്തിരൈ മാസം. ചിത്തിരൈ അത് നമ്മുടെ മലയാളത്തിലെ മേടമാസമാണ്. മലയാളത്തിലെ ചിത്തിരൈ എന്ന് പറയുന്നത് മലയാളത്തിലെ മേടമാസമാണ്. നമ്മുടെ ഇംഗ്ലീഷിലത് പറയുമ്പോൾ ഏപ്രിൽ അവസാന പകുതിയും മെയ് ആദ്യ പകുതി. ഏപ്രിൽ അവസാന പകുതി, മെയ് ആദ്യ പകുതി. ദെൻ തമിഴിലെ രണ്ടാമത്തെ മാസം വൈകാസി എന്ന് പറയാം, വൈകാശി എന്നും പറയാം. വൈകാസി, അപ്പോൾ തമിഴിൽ രണ്ടാമത്തെ മാസം വൈകാസി എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിലെ ഇടവ മാസമാണ്. നമ്മുടെ ഇംഗ്ലീഷിലെ പീരീഡ് വരുമ്പോൾ മെയ് അവസാന പകുതിയും ജൂൺ ആദ്യ പകുതി. തമിഴിലെ മൂന്നാമത്തെ മാസമാണ് ആനി.
അത് നമ്മുടെ മലയാളത്തിൽ മിഥുനവും ഇംഗ്ലീഷിൽ ജൂൺ അവസാന പകുതി മുതൽ ജൂലൈ ആദ്യ പകുതി വരെയാണ്. ജൂൺ അവസാന പകുതി മുതൽ ജൂലൈ ആദ്യ പകുതി വരെയാണ്. ദെൻ ഫോർത്ത് മാസം, തമിഴിലെ ഫോർത്ത് മാസം ആടി. ഫോർത്ത് മാസം ആടി വരുന്നത് നമ്മുടെ മലയാളത്തിൽ അത് കർക്കിടകമാണ്. മലയാളത്തിലെ കർക്കിടക മാസമാണ് തമിഴിൽ ആടി മാസം. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ, ഇംഗ്ലീഷിൽ ആ പീരീഡ് വരുമ്പോൾ ജൂലൈ അവസാന പകുതിയും ഓഗസ്റ്റ് ആദ്യ പകുതി. ജൂലൈ അവസാന പകുതി, ഓഗസ്റ്റ് ആദ്യ പകുതി. ദെൻ തമിഴിലെ 5ാമത്തെ മാസമാണ് ആവണി. അത് നമ്മുടെ മലയാളത്തിലെ ചിങ്ങമാസമാണ്. ഇംഗ്ലീഷിൽ ആ പീരീഡ് വരുന്നത് ഓഗസ്റ്റ് അവസാന പകുതിയും സെപ്റ്റംബർ ആദ്യ പകുതിയും. ദെൻ തമിഴിലെ 6ാമത്തെ മാസമാണ് പുരട്ടാസി. നമ്മുടെ മലയാളത്തിലെ കന്നി മാസമാണ് പുരട്ടാസി എന്ന് പറയുന്നത്. നമ്മുടെ ഇംഗ്ലീഷിൽ ആ പീരീഡ് വരുമ്പം സെപ്റ്റംബർ അവസാന പകുതിയും ഒക്ടോബർ ആദ്യ പകുതിയിലുമാണ് ഇത് വരുന്നത്. ദെൻ തമിഴിലെ 7ാമത്തെ മാസമാണ് ഐപ്പസി. തമിഴിലെ 7ാമത്തെ മാസമാണ് ഐപ്പസി. അത് മലയാളത്തിൽ തുലാമാസമാണ്. ഇംഗ്ലീഷിൽ ആ പീരീഡ് വരുമ്പോൾ ഒക്ടോബർ അവസാന പകുതിയും നവംബറിൻ്റെ ആദ്യ പകുതി. ഒക്ടോബർ അവസാന പകുതി, നവംബറിൻ്റെ ആദ്യ പകുതിയുമാണ് ഈ ഐപ്പസിയിൽ വരുന്നത്. ദെൻ തമിഴിലെ 8ാമത്തെ മാസമാണ് കാർത്തികൈ. അത് നമ്മുടെ മലയാളത്തിലെ വൃശ്ചിക മാസമാണ്. ഇംഗ്ലീഷിൽ അതിൻ്റെ പീരീഡ് വരുമ്പോൾ നവംബർ അവസാന പകുതിയും ഡിസംബർ ആദ്യ പകുതിയുമാണ് വരുന്നത്. ദെൻ തമിഴിലെ 9ാമത്തെ മാസമാണ് മാർഗഴി. അത് നമ്മുടെ മലയാളത്തിലെ ധനുമാസമാണ്. ഇംഗ്ലീഷിൽ ആ പീരീഡ് വരുന്നത് ഡിസംബർ അവസാന പകുതിയും ജനുവരി ആദ്യ പകുതിയുമാണ് പീരീഡ് വരുന്നത്. ദെൻ തമിഴിലെ 10ാമത്തെ മാസമാണ് തൈ മാസം. നമ്മുടെ മലയാളത്തിൽ അത് തൈ എന്ന് പറയുന്നത് മകരമാണ്. ജനുവരി അവസാന പകുതിയും ഫെബ്രുവരി ആദ്യ പകുതിയുമാണ് അതിൽ വരുന്നത്. ദെൻ തമിഴിലെ 11ാമത്തെ മാസമാണ് മാസി, അല്ലെങ്കിൽ മാച്ചിയെന്നും പറയും. മാച്ചിയെന്നോ പറയാം. നമ്മുടെ മലയാളത്തിൽ വരുമ്പോൾ കുംഭമാസമാണ്. ഫെബ്രുവരി അവസാന പകുതി, മാർച്ച് ആദ്യ പകുതിയുമാണ് നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിൽ അത് വരുന്നത്. ദെൻ തമിഴിലെ 12ാമത്തെ മാസമാണ് പങ്കുനി മാസം. പങ്കുനി നമ്മുടെ മലയാളത്തിലെ മീനമാസത്തിനെയാണ് തമിഴിലെ പങ്കുനി എന്ന് പറയുന്നത്. മാർച്ച് അവസാന പകുതിയും ഏപ്രിൽ ആദ്യ പകുതിയുമാണ് അതിൽ വരുന്നത്. അപ്പോൾ നമുക്കിനി നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും എങ്ങനെയാണ് മാസങ്ങൾ വരുന്നത് നോക്കാം ഒരു തവണ കൂടെ. ഇംഗ്ലീഷിലെ ഫസ്റ്റ് മാസം എന്ന് പറയുന്നത് ജാനുവരിയാണ്. ലാസ്റ്റ് മാസം എന്ന് പറയുന്നത് ഡിസംബറാണ്. അപ്പോൾ ഹിന്ദിയിലും അതുപോലെ തന്നെയാണ്. ജനുവരിയാണ് ആദ്യത്തെ മാസം, ഡിസംബറാണ് അവസാനത്തെ, ഒരു ഇയറിലെ അവസാനത്തെ മാസം ഡിസംബറാണ്. നോക്കിക്കോളൂ. അപ്പോൾ ഇൻ ഇംഗ്ലീഷ് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ. ഹിന്ദിയിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സിതംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. മലയാളത്തിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. ഇനി തമിഴിൽ ചിത്തിരൈ, വൈകാസി, ആനി, ആടി, ആവണി, പുരുട്ടാസി, ഐപ്പസി, കാർത്തികൈ, മാർഗഴി, തൈ, മാസി, അതായത് മാസി അല്ലെങ്കിൽ മാച്ചി എന്ന് പറയും. മാച്ചി, പങ്കുനി. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് ആകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുകയും അതുപോലെ ഇതോടൊപ്പം ഞാൻ ആ ഫോട്ടോയും കൂടെ ഇട്ടേക്കാം കേട്ടോ. എഴുതിയ ഫോട്ടോ ഹിന്ദിയിലും ഇംഗ്ലീഷിലും തമിഴിലും മലയാളത്തിലും എഴുതിയ ആ ഒരു ഫോട്ടോ കൂടെ ഞാനിതിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതുകൂടെ കാണുക. അപ്പോൾ അടുത്ത വീഡിയോ ഞാനിത് പറയുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിൻ്റെ ലാസ്റ്റിൽ ആ ഫോട്ടോ കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എല്ലാവർക്കും എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകും എന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരും ബൈ.
മാസങ്ങൾ ഇംഗ്ലീഷ് മാസങ്ങളുമായി ഡേറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം കേട്ടോ. മാസങ്ങൾ ഇംഗ്ലീഷ് മാസങ്ങളുമായി ഡേറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം കേട്ടോ.